ഏവരും വളരെയധികം ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഭൂമികുലുക്കമായാലും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളായും അത്തരത്തിൽ പല പല കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങളായാലും നമ്മളെല്ലാവരും ഭയപ്പെടുത്തുകയാണ്. ഇപ്പൊ ഈ അടുത്ത് നടന്ന മ്യാൻമറിൽ നടന്നിട്ടുള്ള ഭൂചലനവും അത്തരത്തിൽ ഭയപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കൃത്യമായ കണക്കുകൾ പോലും ആരൊക്കെ എത്ര പേര് മരണമടഞ്ഞെന്നുള്ള കൃത്യമായ കണക്കുകൾ പോലും ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആദ്യം അമേരിക്കയിലെ തീപിടുത്തമായാലും ഇപ്പോ ഉണ്ടായ ഈ ഒരു ഭൂചലനമായാലും ഇനി വരാൻ പോകുന്നത്, ഇപ്പോ മറ്റൊരു കാര്യം വന്നത് സൗദി അറേബ്യയിലും ഇതുപോലെ ഒരു ഭൂചലനം റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ പല പല സ്ഥലങ്ങളിൽ ഇതുപോലെ കേരളത്തിലും കർണാടകയിലായിട്ട് ഉരുൾപൊട്ടലിന് സാധ്യത എന്നുള്ള ഒരു കാലാവസ്ഥ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം. അതെ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെന്നെത്തുന്നത് ബാബാ വാങ്ക എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷന്റെ അതിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അവര് ബൾഗേറിയയിലുള്ള ഒരു പ്രവാചകയാണ്. അവരുടെ 12-ാം വയസ്സായപ്പോഴത്തേക്കും അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും തുടർന്ന് അവർ മനസ്സിലാക്കി തനിക്ക് ഭാവി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രഡിക്റ്റ് ചെയ്തതിൽ ഈ വർഷം 2025 നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടി കഴിയുമ്പോൾ 2080 ഒക്കെ ആവുമ്പോഴത്തേക്കും ഭൂമി തന്നെ ഇല്ലാണ്ടാകും എന്നൊരു രീതിയിൽ പറഞ്ഞു. ഇതിനു മുന്നേ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ഓറോഫിഷിന്റെ കാര്യം. അപ്പൊ ഓറോഫിഷ് എന്ന് പറയുന്നത് കടലിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ്. എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഓറോഫിഷിനെ നമ്മൾ കരയിലേക്ക് കാണപ്പെടുകയും അതിനുശേഷം 2004 സംതിങ്ങില് ഒരു സുനാമി പോലെ രൂപപ്പെടുകയും അതിനുശേഷം വീണ്ടും ഓറോഫിഷിനെ ഇപ്പൊ ഈ അടുത്ത് കാണപ്പെടുകയും അതിനുശേഷമാണ് മ്യാൻമറിലെ ദുരന്തം വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇനി എന്താണെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ഓറോഫിഷിന്റെ കാര്യം തന്നെ അവർ വിശ്വസിക്കുന്നത് ഇതിനെ കാണുകയാണെങ്കിൽ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഈ ഒരു മത്സ്യത്തിനെ പുറത്തെങ്ങാനും, അതായത് കരയുടെ ഭാഗത്തെങ്ങാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിസിബിലിറ്റി ആയിട്ട് വരികയാണെങ്കിൽ അത് ഒരു വലിയ ഒരു നാശത്തിലേക്കുള്ള ഒരു ആപത്തിന്റെ ഒരു സൂചനയായിട്ടാണ് കാണുന്നത്. അങ്ങനെ വിശ്വസിക്കപ്പെടുന്നവരാണ്. അപ്പോ നമുക്ക് ഇതൊരെണ്ണം കണ്ടു, അപ്പൊ തന്നെ ഇവിടെ ഭൂചലനം സംഭവിക്കുന്നു, മറ്റു ഓരോരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു തീർച്ചയായിട്ടും. അതിനുശേഷം ഇങ്ങോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിലും നല്ല രീതിയിൽ കേരളക്കാരെ മുഴുവനായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടായ സുനാമി ആണെങ്കിലും വെള്ളപ്പൊക്കം ആണെങ്കിലും എല്ലാ രീതിയിലും കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടലുകളാണെങ്കിലും നാശത്തിലേക്ക് പോകുന്ന ഒരു രീതിയിൽ തന്നെ. ഇപ്പോൾ നമുക്ക് മുല്ലപ്പെരിയാറിന്റെ കാര്യം കൂടെ എടുത്തു പറയേണ്ടി വരും. ഒരു സ്ഥിതി എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. സേഫ് ആണെന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇന്ന് പോലും പല ജനങ്ങൾക്കിടയിലും ഭീതി പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഇപ്പൊ നമ്മൾ വീണ്ടും ആ ബാബാ വാങ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ 2025 ലോകത്ത് വലിയ ഭൂചലനങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നേ അവര് പ്രവചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓൾറെഡി അവർ മരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തെ പ്രവചിച്ച കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യാൻമറിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു ഭൂകമ്പം ഇപ്പൊ തന്നെ, അതുപോലെ തന്നെ ഞാൻ സൗദിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുണ്ട്. അതുപോലെ ജപ്പാനിലെ ഒരു ഭാഗത്ത്, ഒരു ദ്വീപിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പ്രവചിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2025 മനുഷ്യരാശിയുടെ പതനത്തിന് തുടക്കം കുറിക്കുമെന്ന് ബാബാ വാങ്ക പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 2025 തന്നെ യൂറോപ്പില് ഒരു വലിയൊരു യുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2025 ഒട്ടും ശരിയല്ല എന്ന് നമ്മളിതെന്താ വെറുതെ ഇരുന്ന് ഭാവി പറയുന്ന രീതി അങ്ങനെയല്ല. ഒരാള് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ കൺമുന്നിൽ കാണുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ 2025 തുടങ്ങി ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ എത്രത്തോളം ഭീകരമാണല്ലേ, എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യം. അതെ, അതുപോലെ തന്നെ മനുഷ്യർ ഇനിയുള്ളത് വരും വർഷങ്ങളിൽ മനുഷ്യർ ഇതര ഗ്രഹങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു തുടക്കം നമ്മൾ കുറിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാം. ബഹിരാകാശത്തേക്കുള്ള യാത്രയായാലും അവിടെ സേഫ് ആയിട്ട് നമുക്ക് കഴിയാൻ കഴിയുമെന്ന രീതിയൊക്കെ ഇപ്പൊ നമുക്ക് പിടികിട്ടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെന്തായാലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പോകാൻ കഴിയും. പിന്നീട് പറഞ്ഞിട്ടുള്ളത് അന്യഗ്രഹ ജീവികളുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുമെന്നാണ്. അവർ ഇവിടേക്ക് വരും, ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് നമ്മളൊരു സമ്പർക്കം പുലർത്തുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ളതെല്ലാം വളരെ നമ്മളെല്ലാം നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഭൂമി അവസാനിക്കും, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഭൂമി അവസാനിക്കും. പക്ഷെ അതിന് മുന്നേ നടക്കുന്നത് വൻ യുദ്ധങ്ങളായിരിക്കും. എല്ലാവരും പരസ്പരം യുദ്ധത്തിലൂടെ മരിക്കുന്ന കുറച്ചു പേര്, അത് കഴിഞ്ഞിട്ട് അല്ലാതെ ഓരോ പ്രളയത്തിലൂടെയും ഭൂകമ്പത്തിലൂടെയും പ്രകൃതി ദുരന്തങ്ങളിലൂടെയും മരിക്കുന്ന കുറച്ചു പേര്, അവസാനം എല്ലാവരുടെ ഒരു പതനമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത്
ഒരു ജസ്റ്റ് ഒരു ഫിലോസഫിക്കൽ തോട്ട്സ് ആയിട്ട് നമ്മൾ ഇതിനെ കാണാം. എന്നാൽ അതിനും അപ്പുറം പ്രത്യക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടൊരു സാമ്യം പലർക്കും തോന്നിയേക്കാം അല്ലെ. ഇത്തരത്തിലുള്ള ഒരു വാചകങ്ങള് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഉപമിക്കാവുന്നതേ ഉള്ളൂ. മ്യാൻമറിലെ സംഭവമാണെങ്കിലും ഒരു ലോകാവസാനത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ആ ജനങ്ങളെ അത് എത്രത്തോളം ബുദ്ധിമുട്ടിലായിത്തീരുടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോഴും അതിൽ നിന്ന് കരകയറാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ ഇനിയും ഒരു കാര്യം കൂടെ സംഭവിക്കാന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആഘാതത്തിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2000-ന്റെ അവസാനമല്ല ഭൂമി അവസാനിക്കുന്നത്, 5079 ആകുമ്പോഴത്തേക്കുമാണ് ഭൂമി അവസാനിക്കാൻ പോകുന്നതാണ് ഇവർ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സമയത്തൊന്നും നമ്മളില്ല, വേറൊരു കാര്യം. പക്ഷേ ഭൂമിയുടെ ഒരു അവസാനം എന്ന് പറയുന്നത് പറയുന്നുണ്ട്. അതെ, ആ ഒരു വർഷത്തോടെ ആയിരിക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെന്തായാലും നമുക്ക് എന്താകുമെന്ന് നമുക്കിനി കണ്ടറിയാനൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോ എന്തായാലും നമുക്കൊരു ഭയം ഉണ്ടാകും, അതായത് അത്ര വരെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാവുന്നതല്ല. ഇഞ്ചിഞ്ചായാണ് ഓരോ സംഭവങ്ങളും നടന്ന് അതിന് ശേഷമാണ് അതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നാളെ നടക്കാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കത്ര ധാരണ ഉണ്ടാവില്ല. കാരണം ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രഡിക്ഷൻസ് എല്ലാം, അതായത് ബാബ വാങ്കിയുടെ പ്രഡിക്ഷൻസ് എല്ലാം ഇതുപോലെ ഇപ്പൊ ശരിയായി കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരികയാണ്. ഇനി ഇവർ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി വരും, അന്യഗ്രഹ ജീവികൾ ഇനി ഇവിടെ വരുമോ, ആധിപത്യം സ്ഥാപിക്കുമോ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇല്ലാതാകുമോ? മേ ബി ഒരു കാലഘട്ടം വരെ, അതായത് മനുഷ്യൻ വരുന്നതിന് മുന്നേ ഇവിടെ എല്ലാം ദിനോസറുകളായിരുന്നു. അവരുടെ ഒരു കാലഘട്ടം തീർന്നതിന് ശേഷമായിരുന്നു നമ്മൾ വന്നത്. ഇനി നമ്മൾ അവസാനിക്കുമ്പോൾ ഇവിടെ മറ്റൊന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു എവല്യൂഷൻ എല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ഈ 2025-ന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ നേരിടാൻ തയ്യാറെടുക്കണം, എന്തൊക്കെ നേരിടാൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. നമ്മൾ ഇതുപോലത്തെ മറ്റു ചർച്ചകൾ നടത്തിയപ്പോൾ പല കമന്റ്സും വരുന്നത് ഖുറാനിലായാലും മറ്റു രീതിയിലായാലും ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് മറ്റൊരു രീതിയിലാണ് എന്ന രീതിയിലൊക്കെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതില് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ എന്തായാലും ഇതൊരു ശാസ്ത്രീയപരമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, ഒരാളുടെ ഒരു പ്രഡിക്ഷൻസ് ആണ്. അതിനനുസരിച്ചിട്ട് ലോകം മാറുന്നു എന്നും വേണമെങ്കിൽ പറയാം. കാരണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഇനി എങ്ങനെ ലോകത്തിനെ ഇതൊക്കെ ബാധിക്കും എന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു പല രാജ്യങ്ങളിൽ നടക്കുന്ന ഇപ്പൊ യുദ്ധത്തിൻ്റെതായാലും അമേരിക്കയിലേക്കായാലും അല്ലെങ്കിൽ ഗാസയിലായാലും ഇസ്രായേലായാലും റഷ്യയിലായാലും മറ്റു പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഓരോരോ യുദ്ധങ്ങളും ഭീഷണികളും ഒക്കെ നല്ല രീതിയിൽ മനുഷ്യരാശിക്ക് ഒരു ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതെല്ലാം തമ്മിലൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രഡിക്ഷനും ശരി ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഭയപ്പെടേണ്ട, അല്ലേ? ഭയപ്പെടേണ്ട, അത് ലോകാവസാനമാണ്, ഭയപ്പെടേണ്ട. പക്ഷെ അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകട്ടെ. പ്രഡിക്ഷൻസ് ഒക്കെ എന്താവുന്ന നമുക്ക് ഇതേപോലെ കണ്ടറിയേണ്ടി വരും. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലും ഒരു ഭൂചലനം, സുനാമി എന്നതിന് ഒരു പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാലാവസ്ഥാ വകുപ്പ് തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഉടനെ തന്നെ ഉണ്ടാകുമെന്ന്. കർണാടക, കേരള സ്ഥലത്താണ് ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 ദിവസത്തോളമായി. അപ്പോൾ അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അതെ, അപ്പൊ എല്ലാവരും ഒന്ന് ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം തന്നെ കഴിയുക. നമുക്ക് വൻ നഷ്ടമുണ്ടായ നമ്മളെയാണ് അത് ബാധിക്കുക. അപ്പോ ഇത്തരത്തിലുള്ള പ്രഡിക്ഷനുകൾക്ക് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് അറിയണം. അതെ, എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് വെറുതെ ഒരു നിസ്സാരമാക്കി കളയുന്നതാണോ, അതോ അതിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, സംസാരിക്കാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?